ഹായ് ഫ്രണ്ട്സ്, ഇതാണ് റാഗി ലഡു. റാഗി മാത്രമല്ല, ബദാമും ഫ്ലക്സീഡും ചിയാ സീഡും അങ്ങനെ എല്ലാം ഇട്ടിട്ടുള്ള കടല, നിലക്കടല ഒക്കെ ചേർത്തുള്ള ഒരു ലഡു ആണിത്. അപ്പോൾ ഈ ലഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ, ഹലോ, ഞാനിവിടെ റാഗിൻ്റെ ലഡു ഉണ്ടാക്കാനായിട്ട് റാഗി ഇവിടെ എടുത്തിട്ടുണ്ട്. റാഗി പൊടി ഞാനിത് മില്ലിൽ നിന്ന് പൊടിച്ചെടുത്ത് വന്നതാണ്. നല്ലോണം കഴുകി വൃത്തിയാക്കി നന്നായിട്ട് മില്ലിൽ നിന്ന് പൊടിപ്പിച്ചെടുത്തതാണ്. ഇത് ഞാനിപ്പോൾ ഒരു ബൗൾ നിറച്ചെടുത്തിട്ടുണ്ട്. ഒരു 500 ഗ്രാം ഉണ്ടാവും. പിന്നെ വേണ്ടത് നിലക്കടല വറുത്ത് പൊടിച്ചതാണ്. തൊലിയെല്ലാം കളഞ്ഞ് എടുത്തു വെച്ചതാണ്. ബദാം ഇതുപോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുത്തു വെച്ചതാണ്. പിന്നെ വെള്ള എള്ളാണ് ഞാൻ എടുത്തത്. ഇതും ഇവിടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബൗൾ നമുക്ക് തേങ്ങയുടെ ആവശ്യമുണ്ട്. കൂടാതെ നമുക്ക് കുറച്ച് ഏലക്കായി, ജാതിക്ക, ചുക്കുപൊടി. ഇത് നല്ല ചൂട് സമയത്താണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ ചുക്കുപൊടിയും ജാതിക്കയും ഉപേക്ഷിക്കുക. കാരണം ഇത് നല്ല ഹീറ്റാണ്. അതുകൊണ്ട് ഇത് രണ്ടും ഇടണമെന്നില്ല. പിന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇതൊക്കെ ഇടുമ്പോൾ. അപ്പോൾ കുറച്ച് ഏലക്കായ ഇതെല്ലാം കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാനുണ്ട്. ഇതെല്ലാം ഒന്ന് റഫായിട്ട് പൊടിച്ചെടുക്കണം. ഇതെല്ലാം ഒന്ന് തരിതരിയപ്പായിട്ട് പൊടിച്ചെടുക്കണം. എള്ള് പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് നമുക്ക് ശർക്കരപ്പാനിയാണ്. ഞാനിവിടെ ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 250 ശർക്കരയാണ് ഞാൻ എടുത്തത്. ഇത് അധികം നമുക്കിങ്ങനെ നൂൽപ്പരുവൊന്നും ആവണ്ട, ഇങ്ങനെ ഒന്ന് തിളച്ചെടുത്ത് വന്നാൽ മതി. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്കിതൊന്ന് നമ്മളുടെ റാഗി ഒന്ന് അടുപ്പത്തിട്ട് ചൂടാക്കി എടുക്കണം. നെയ്യിലാണ് ഞാൻ നെയ്യ് എടുക്കാൻ മറന്നുപോയി. നെയ്യ് പറയാം. ഇതാ നെയ്യ്, വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് ഇത്. അപ്പം നെയ്യ് ഇട്ടിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. ഞാനിതാ ബദാമെല്ലാം തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കടല ഇതാ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ ചുക്കും ഏലക്കായും കൂടി നട്മഗും ഏലക്കായും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ചുക്ക് പിന്നെ പൊടിയാണ്. പൊടി അല്ലെങ്കിൽ ചുക്കും കൂടി അതിൻ്റെ കൂടെ ഇട്ടിട്ട് പൊടിച്ചെടുക്കുക. ഞാനിതാ ചീനച്ചട്ടിയിലേക്ക് നമ്മളുടെ റാഗി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക, ഒന്ന് വറുത്തെടുക്കുക. ഒരുപാട് വലിയ ലോ ഫ്ലെയിമിൽ മാത്രമേ ഇട്ട് ചെയ്യാവൂ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. അതിൻ്റെ ഒരു കയ്പ്പ് രസമൊക്കെ വരും. അതുകൊണ്ട് ഇത് ഇങ്ങനെ മെല്ലെ മെല്ലെ ചെയ്തെടുക്കുക. നെയ്യ് ഞാനിപ്പോൾ ഒഴിക്കുന്നില്ല. ഒന്ന് ഇത് ചൂടായതിന് ശേഷം നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് നന്നായിട്ട് ചൂടായി വരട്ടെ. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലൊരു നമ്മൾ അരിപ്പൊടിയൊക്കെ വറുത്താലുള്ളൊരു മണം വരില്ല, അതുപോലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് നെയ്യൊന്നും വേണമെന്നില്ല. നെയ്യ് ഇഷ്ടപ്പെടാത്തവർക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചാൽ മതി. നെയ്ക്ക് പകരം വേറെ ഒന്നും ചേർക്കരുത്, എണ്ണയോ അങ്ങനെയൊന്നും ചേർക്കരുത്. കുറേശ്ശെ നെയ്യ് ഒഴിച്ച് നമുക്ക് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 8 മിനിറ്റ് 10 മിനിറ്റിൻ്റെ അടുത്തായി ഇത് നന്നായിട്ട് വറുത്തെടുക്കുന്നു. നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട് ഇത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളുടെ തേങ്ങ എടുത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഞാനൊന്ന് മിക്സിയിലിട്ടിട്ട് ഒരേ ഇതിലാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതും കൂടി അതിലേക്ക് ചേർത്ത് നമുക്ക് ഒന്നുകൂടി വറുത്തെടുക്കാം. ഒന്നുകൂടി ഒരു 5 മിനിറ്റ് നന്നായിട്ട് വറുത്തെടുക്കാം. തേങ്ങൻ്റെ ആ ഒരു പച്ച ഇതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി. തേങ്ങയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളുടെ കടല പൊടിച്ച് വെച്ചതൊക്കെ ചേർക്കാം. കൂടാതെ എള്ള്, ബദാം പൊടിച്ചത്, എള്ള് എല്ലാം ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി നല്ല ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
എൻ്റെ ചീനിച്ചട്ടി കുറച്ച് ചെറുതായിപ്പോയി, അതാണ് കുറച്ച് ബുദ്ധിമുട്ട്. കുറച്ച് വലിയ ചീനിച്ചട്ടി എടുക്കാൻ ശ്രമിക്കുക, എന്നാൽ നന്നായിട്ട് നമുക്ക് ഇളക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതിലേക്ക് ഇനിയും വേണം കുറച്ചുകൂടി ശർക്കരപ്പാനി. അപ്പോൾ അതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായ് പൊടിയും ചുക്കുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു സ്പൂണ് ചുക്കുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പൊടിച്ച് വെച്ച ഏലക്കായും ജാതിക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും നമ്മളുടെ ഈ ഫ്ലേവറൊക്കെ ഒന്ന് എത്താൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടാണ്, അത് ഉരുട്ടാനൊക്കെ നമുക്ക് ഒന്ന് ചൂട് തണയാതെ അത് ഉരുട്ടാൻ പറ്റില്ല. ഞാനൊന്ന് നോക്കട്ടെ, ഉരുട്ടാൻ പാകത്തിനായിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. കുറച്ചെടുത്തിട്ട്, നല്ല ചൂടാട്ടോ, കണ്ടോ ഈ പാകത്തിന് ഉരുട്ടിയെടുക്കാൻ പറ്റും. കൈക്കൊള്ളുന്നു കണ്ടോ, ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ കിട്ടും. ആ പാകത്തിന് നമുക്കിതൊന്ന് തണയാൻ വെക്കാം. എന്നിട്ട് ശേഷം ഉരുട്ടിയെടുക്കാം. കണ്ടോ, നിറച്ച എള്ളൊക്കെ കാണുന്നത്. ഇത് ബദാം, എള്ള്, കടല ഒക്കെയാണ്. കണ്ടോ, അപ്പോൾ ഞാനിത് ഇനി ഇവിടെ ഇറക്കി വയ്ക്കുകയാണ്. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാം. മധുരമൊക്കെ പാകമാണോ നോക്കുക. കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ ഇത്തിരി ശർക്കരപ്പാനിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒക്കെ പാകമാണ്. ചുക്കുപൊടിയുടെയും ഏലക്കായുടെയും ഒക്കെ നല്ല ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. ഞാനിതിവിടെ ഓഫ് ചെയ്യാണ് ഗ്യാസ്. ഇതിപ്പോൾ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ കയ്യിൽ പുരട്ടി, ഇത് നമുക്ക് അധികം തണുക്കരുത്, കുറച്ച് ചൂടോടുകൂടി തന്നെ ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. അത്യാവശ്യം ചൂട് വേണം, അല്ലെങ്കിൽ ഇത് ഉരുണ്ട് വരില്ല. ഇതാ കണ്ടോ, ഇങ്ങനെ നമുക്ക് കുറച്ച് കയ്യിലിങ്ങനെ നെയ്യ് പുരട്ടിയതിന് ശേഷം, രണ്ട് കൈ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരു കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നന്നായിട്ട് ഇതുണ്ടോ. ഇതാ ഞാൻ ഫുള്ളായിട്ട് ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ഉണ്ട്. ഞാൻ ഒരുപാട് നെയ്യ് ഒഴിക്കാത്തതുകൊണ്ടാണ് കുറച്ചൊരു ഡ്രൈ ആയിട്ട് കിടക്കുന്നത്. നന്നായിട്ട് നെയ്യ് ഒഴിച്ചിരുന്നെങ്കിൽ ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആവും. പിന്നെ എനിക്കിത് ഉരുട്ടാനും കൈ നല്ല വേദനയായിരുന്നു. നല്ല ചൂടിൽ ഉരുട്ടിയെടുക്കുക എന്ന് പറയുന്നത്. എന്തായാലും റാഗിൻ്റെ ലഡ്ഡു മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടാക്കിയപ്പോഴേക്ക് തന്നെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. റാഗി ലഡ്ഡു ഒക്കെ ഉണ്ടാക്കി നോക്കുക. ഓക്കെ.